السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي أمامة الباهلي رضي الله عنه قال قال رسول الله صلى الله عليه وسلم ومن مشى إلى الصبحة الضحى كان له كأجر المعتمر. റവാഹു അബൂ ദാവൂദ് വ അഹ്മദു റഹ്മത്തുള്ളാഹി അലൈഹിമ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അബി ഉമാമത്തുൽ ബാഹിലി അല്ലെങ്കിൽ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നതും ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിലെ 22304 ഹദീസ് നമ്പറായി, ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ 558 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ഹദീസിന്റെ മധ്യഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതിന്റെ തുടക്കം നമ്മൾ ഇന്നലെ മനസ്സിലാക്കുകയുണ്ടായി. ഒരാൾ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ അയാൾക്ക് ഹജ്ജ് നിർവഹിച്ച അല്ലെങ്കിൽ അതിന് തത്തുല്യമായ പ്രതിഫലം ഉണ്ടാകുമെന്നത് ഹജ്ജിനെ സംബന്ധിച്ചും ഉംറയെ സംബന്ധിച്ചും ഒക്കെ നമുക്കറിയാം. എന്നാൽ അതുമായി ബന്ധപ്പെടുന്ന വ്യത്യസ്തമായ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെയുള്ള പ്രതിഫലം നമുക്ക് മറ്റുതര കാര്യങ്ങളിൽ കൂടി നേടാൻ പറ്റും. ഹജ്ജും ഉംറയും തമ്മിലുള്ള വ്യത്യാസവും നമുക്കറിയാം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായ ആ മാസത്തിലെ ഹജ്ജ് മാസത്തിലെ പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണ് ചെയ്യാൻ കഴിയുക. അതല്ലാത്ത ഏത് സമയത്തും സന്ദർഭത്തിൽ നിർവഹിക്കാൻ കഴിയുന്നതാണ് ഉംറ. അതിൻ്റെ ഇബാദത്തുകളിൽ അറഫ, മിന, മുസ്ദലിഫ, ജംറ തുടങ്ങിയ കാര്യങ്ങൾ ഹജ്ജിലുണ്ടാകുമ്പോൾ അതൊഴികെയുള്ള കാര്യങ്ങൾ സഅയ്, തവാഫ്, തഹല്ലുൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉംറയിലും. ഈ ഒരു വ്യത്യാസം. പക്ഷെ പ്രതിഫലത്തിൽ ഏകദേശം ഹജ്ജിനോട് അടുത്തു നിൽക്കുന്ന ഒന്നാണ്. മാത്രമല്ല ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച ഒന്നിൽ തതാബിഉൽ ഉംറ ഇങ്ങനെ പുതുക്കുക. എളുപ്പമുള്ള കാര്യമല്ല എന്നർത്ഥം. കാരണം അതിന് നേരത്തെ പറഞ്ഞതുപോലെ ശാരീരികവും സാമ്പത്തികവും ഒക്കെയായ ഒരുപാട് ബാധ്യതകളുണ്ട്. എന്നാൽ അതിൻ്റെ പ്രതിഫലം ആർജിച്ചെടുക്കാനോ ഒന്ന് മനസ്സ് വെച്ചാൽ കഴിയുകയും ചെയ്യും. അതാണ് ഈ ഹദീസിലുള്ളത്. മൻ മശ ഇല സുബ്ഹത്തി ളുഹ, ആരെങ്കിലും ളുഹ നമസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ കാന ലഹു, അവനുണ്ടായിരിക്കും ക അജ്രിൽ മുഅ്തമർ, ഒരു ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ച് ആ കർമ്മം നിർവഹിച്ച ഒരു ഉംറ നിർവഹിച്ചവന്റെ അതേ പ്രതിഫലം ഉണ്ടാകും. മറ്റൊരു ഹദീസിൽ ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളത് വമൻ ഖറജ ഇല തസ്ബീഹിൽ ളുഹ ലാ യൻസിബുഹു ഇല്ലാ ഇയ്യാഹു ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമർ. ഒരാൾ ളുഹ നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെടുന്നു, ലാ യൻസിബുഹു അയാൾ ഉദ്ദേശിക്കുന്നില്ല, ഇല്ലാ ഇയ്യാഹു അതല്ലാതെ മറ്റൊന്നും. പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ നേരായി എപ്പോൾ നിസ്കരിച്ചു, അല്ലെങ്കിൽ യാത്രക്കാരായി ഇങ്ങനെ പോവുകയാണ്, മൂത്രയിക്കാൻ മുട്ടി അല്ലെങ്കിൽ മറ്റേ പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി എത്തി, ഒരു 9, 9:30 അല്ലെങ്കിൽ 10 മണിയായിട്ടുണ്ട്. ഏതായാലും പള്ളിയിൽ കയറിയില്ലേ, പ്രാഥമികമായ കാര്യങ്ങൾ കഴിഞ്ഞ് ഒന്നും കൊടുക്കണമല്ലോ. ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഞാൻ നിസ്കരിക്കാം. അതല്ലാതെ ഒരാൾ അതിനു വേണ്ടി പ്രത്യേകമായി ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ടു എങ്കിൽ അയാൾക്ക് കിട്ടുന്നതാണ്. ളുഹാ നിസ്കാരം എന്ന് പറഞ്ഞാലും ചില്ലറയല്ലല്ലോ. അബൂദർ റളിയല്ലാഹു അൻഹുവിനോടും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്ത് നൽകിയതാണ്. അവർ രണ്ടുപേരും പറഞ്ഞത് ഔസാനി ഖലീലി, എൻ്റെ ആത്മമിത്രമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് വസിയ്യത്ത് ചെയ്തിട്ടുള്ള 3 കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് അയ്യാമുൽ ബീദിൽ നോമ്പ് പിടിക്കുക. ദിവസങ്ങളൊക്കെ കൂടി കടന്നു പോവുക. ഓരോ മാസത്തിൽ 13, 14, 15 ദിവസങ്ങൾ. മറ്റൊന്ന് രാത്രിയിൽ നിന്ന് ഒറ്റയായ വിത്ർ നിസ്കരിക്കാൻ, അല്ലെങ്കിൽ തഹജ്ജുദ്, ഖിയാമുൽ ലൈൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വേറൊന്ന് പറഞ്ഞാൽ ളുഹാ നിസ്കാരത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്തെങ്കിലും നിസ്കരിക്കുക. അത് ശീലമാക്കുക, പതിവാക്കുക. അതിനുവേണ്ടി പ്രത്യേകമായൊരു പള്ളി തിരഞ്ഞെടുത്ത് ആ നിസ്കാരം നിർവഹിച്ചാൽ കിട്ടുന്ന പ്രതിഫലമാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തും അമലും വർദ്ധിപ്പിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാകപ്പിഴവുകളും അല്ലാഹു പരിഹരിച്ച് മാപ്പാക്കി ഇരുലോകത്തും മറച്ചുവെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്കൊക്കെ പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികൾ
അതിഥികളായി വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലുമുള്ള മുഴുവൻ സഹോദരങ്ങൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു അവന്റെ പ്രവിശാലമായ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങൾ അള്ളാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.